ടെക് ലോകത്തു നിന്നുള്ള വാർത്തകൾ. ചൈനയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഉൽപ്പാദനം മാറ്റുകയാണെങ്കിൽ ആപ്പിളിന് ഐഫോൺ വില വലിയ വ്യത്യാസമുണ്ടാകില്ലെന്ന് ഗവേഷണ സ്ഥാപനമായ JP മോർഗൻ. ഇന്ത്യയിൽ അസംബിൾ ചെയ്താൽ ഐഫോണിന്റെ വില ഏകദേശം 2% മാത്രമേ കൂടുതലാവൂ എന്ന് മോർഗന്റെ റിപ്പോർട്ട് പറയുന്നു. അതായത് $986 നിന്ന് വില $1008 ഉയരും. അതേസമയം ഫോണുകൾ US-ൽ നിർമ്മിക്കുകയാണെങ്കിൽ വില 30% വർദ്ധിക്കും. വില $1285 ഉയരും. അപ്പോൾ അതിനേക്കാൾ മികച്ചത് ഇന്ത്യയിൽ നിർമ്മിക്കുക എന്നതാണെന്ന് മോർഗൻ വ്യക്തമാക്കി. ക്യാമറ, സ്ക്രീൻ, പ്രോസസർ, മെമ്മറി തുടങ്ങിയ ഐഫോണിന്റെ പ്രധാന ഘടകങ്ങൾ ഇന്ത്യയിലോ ചൈനയിലോ നിർമ്മിച്ചതായാലും ഒരേ വിലയാണെന്ന് JP മോർഗന്റെ വിശകലനം പറയുന്നു. ഇന്ത്യയിൽ വിതരണക്കാരുടെ ലാഭമാർജിൻ അല്പം കൂടുതലാണ് എന്നതാണ് വ്യത്യാസം. ചൈനയിൽ 6%, ഇന്ത്യയിൽ 8%. പക്ഷേ ആപ്പിളിന് ഇപ്പോഴും 45% ലാഭമാർജിൻ ലഭിക്കുന്നു. ഇതിന്റെ അർത്ഥം ഐഫോൺ വില വളരെയധികം വർദ്ധിപ്പിക്കാതെ തന്നെ കൂടുതൽ ഉൽപ്പാദനം ഇന്ത്യയിലേക്ക് മാറ്റാൻ കഴിയുമെന്നാണ്. അടുത്തിടെ പുറത്തിറക്കിയ റോയിറ്റേഴ്സ് റിപ്പോർട്ട് അനുസരിച്ച് 2026 ആകുമ്പോഴേക്കും US-ൽ വിൽക്കുന്ന ഐഫോണുകളിൽ ഭൂരിഭാഗവും ഇന്ത്യയിലെ ഫാക്ടറികൾ നിർമ്മിക്കാനാണ് ആപ്പിൾ പദ്ധതിയിടുന്നത്. ഇന്ത്യയിൽ ഉൽപ്പാദനം വിപുലീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ആപ്പിൾ അതിന്റെ നിർമ്മാണ പങ്കാളികളായ ടാറ്റ, ഫോക്സ്കോൺ എന്നിവയുമായി അടിയന്തര ചർച്ചകൾ നടത്തുന്നുണ്ടെന്നും റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുണ്ട്. മാർച്ചിൽ ഇന്ത്യയിൽ നിന്ന് US-ലേക്ക് $2 ബില്യൺ ഐഫോണുകൾ കയറ്റുമതി ചെയ്തു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സോവിയറ്റ് ബഹിരാകാശ പേടകം കോസ്മോസ് 482 ഉടൻ ഭൂമിയിൽ പതിക്കും. 53 വർഷം പഴക്കവും 500 കിലോയോളം ഭാരവുമുള്ള പേടകം ഭൂമിയിൽ എവിടെ പതിക്കുമെന്ന് പറയാൻ സാധിക്കില്ലെന്ന് റിപ്പോർട്ട്. പരാജയപ്പെട്ട മുൻ സോവിയറ്റ് ദൗത്യത്തിന്റെ ഭാഗമായിരുന്നു ഈ പേടകം. 1972 മാർച്ച് 31 വിക്ഷേപിച്ചതാണ്. മണിക്കൂറിൽ ഏകദേശം 250 കിലോമീറ്റർ വേഗത്തിലായിരിക്കും ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുക. ഉൽക്കാശില പതിക്കുന്നതിന് സമാനമായ അപകട സാധ്യതയിലാവും ഭൂമിയിൽ പതിക്കുകയെന്നും റിപ്പോർട്ടുണ്ട്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ശുക്രനിലേക്ക് അയച്ചതാണ് സോവിയറ്റ് പേടകം. എന്നാൽ സാങ്കേതിക തകരാർ മൂലം ഇത് ഭൂമിയെ ചുറ്റുന്ന സ്ഥിരമായ ഭ്രമണപഥത്തിൽ അകപ്പെട്ടു. മെയ് 10 ഭൂമിയിലേക്ക് തിരികെ പതിക്കാൻ തുടങ്ങുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. പേടകം ഭൂമിയിൽ എവിടെ പതിക്കുമെന്ന കാര്യത്തിൽ ഇപ്പോൾ പറയാറായിട്ടില്ല. ഏതെങ്കിലും ജലാശയത്തിൽ പതിക്കാനാണ് കൂടുതൽ സാധ്യത. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ചിപ്പ് നിർമ്മാണ പദ്ധതിയിൽ നിന്ന് പിന്തിരിഞ്ഞ് ഇന്ത്യൻ സോഫ്റ്റ്വെയർ കമ്പനി സോഹോ. $700 മില്യൺ പദ്ധതിയാണ് കമ്പനി നിർത്തിവെച്ചത്. ഇന്ത്യൻ സോഫ്റ്റ്വെയർ കമ്പനിയായ സോഹോ പദ്ധതി താൽക്കാലികമായി നിർത്തിവെക്കാനാണ് തീരുമാനിച്ചതെന്ന് കമ്പനി CEO ശ്രീധർ വെമ്പു അറിയിച്ചു. സാങ്കേതിക വിദ്യയിൽ അത്ര വിശ്വാസമില്ലായിരുന്നു. അതിനാൽ മെച്ചപ്പെട്ട സാങ്കേതിക പരിജ്ഞാനമുള്ള ഒരു ടീമിനെ കിട്ടേണ്ടതുണ്ട്. അത്തരത്തിലുള്ളൊരു ടീമിനെ കണ്ടെത്തുന്നതുവരെ ഈ ആശയം തൽക്കാലം മാറ്റിവെക്കാൻ ബോർഡ് തീരുമാനിച്ചതായി ശ്രീധർ വെമ്പു പറഞ്ഞു. കമ്പനിക്ക് മാത്രമല്ല സെമി കണ്ടക്ടറുകളുടെ ആഗോള കേന്ദ്രമാകാനുള്ള ഇന്ത്യയുടെ വലിയ സ്വപ്നത്തിനും തിരിച്ചടിയാണ് സോഹോയുടെ ഈ നീക്കം. കർണാടകയിൽ $400 മില്യൺ സെമി കണ്ടക്ടർ പ്ലാന്റ് സ്ഥാപിക്കാനും സോഹോ ലക്ഷ്യമിട്ടിരുന്നു. എന്നാൽ ചിപ്പ് നിർമ്മാണത്തിന് ശരിയായ സാങ്കേതിക പങ്കാളിയെ കണ്ടെത്താൻ കമ്പനിക്ക് കഴിയാത്തതിനാൽ പദ്ധതി പാതി വഴിയിൽ ഉപേക്ഷിച്ചു. 1996 സോഹോ ആരംഭിച്ചത്. ലോകമെമ്പാടുമുള്ള കമ്പനികൾക്ക് താങ്ങാനാവുന്ന വിലയിൽ ബിസിനസ് സോഫ്റ്റ്വെയറും സേവനങ്ങളും വാഗ്ദാനം ചെയ്യുന്നതിലൂടെ പ്രശസ്തിയാർജിക്കുകയും ചെയ്തു. അതേസമയം ഇസ്രയേലുമായുള്ള $10 ബില്യൺ ചിപ്പ് പദ്ധതി അദാനി ഗ്രൂപ്പും താൽക്കാലികമായി നിർത്തിവെച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഊർജ്ജ മേഖലയിൽ ഒന്നാമതെത്താൻ റിലയൻസ് പവർ ലിമിറ്റഡ് സോളാർ എനർജി കോർപ്പറേഷനുമായി 25 വർഷത്തെ പുതിയ കരാർ ഒപ്പുവെച്ചു. റിലയൻസ് പവർ ലിമിറ്റഡിന്റെ അനുബന്ധ സ്ഥാപനമായ റിലയൻസ് NU സൺടെക് പ്രൈവറ്റ് ലിമിറ്റഡ് സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുമായി 25 വർഷത്തെ വൈദ്യുതി വാങ്ങൽ കരാറാണ് ഒപ്പുവെച്ചത്. ഇത് ഏഷ്യയിലെ ഏറ്റവും വലിയ സംയോജിത സൗരോർജ്ജ ബാറ്ററി ഊർജ്ജ സംഭരണ സംവിധാനമായിരിക്കും. കമ്പനിയുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഫയലിംഗ് പ്രകാരം 10,000 കോടി രൂപ വരെ നിക്ഷേപം ആവശ്യമുള്ള ഈ പദ്ധതി വഴി 930 മെഗാവാട്ട് സൗരോർജ്ജം വിതരണം ചെയ്യാനാകും. 24 മാസത്തിനുള്ളിൽ പദ്ധതി പൂർത്തിയാക്കുമെന്ന് കമ്പനി പ്രതീക്ഷിക്കുന്നതായി അധികൃതർ വ്യക്തമാക്കി. കഴിഞ്ഞ 7 വർഷമായി ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഓപ്പറേറ്റിംഗ് പവർ പ്ലാന്റായി സ്ഥിരമായി റാങ്ക് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് റിലയൻസ് പവർ ലിമിറ്റഡ്. പുനരുപയോഗ ഊർജ്ജത്തിലേക്കുള്ള ഇന്ത്യയുടെ പരിവർത്തനത്തിലെ ഒരു സുപ്രധാന നാഴികക്കല്ലാണ് ഈ കരാർ. കൂടാതെ ഇത് രാജ്യത്തിന്റെ ഹരിതോർജ്ജ മേഖലയിൽ റിലയൻസ് പവറിന്റെ സ്ഥാനം ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കാറുകൾക്ക് വീണ്ടും വില വർദ്ധിപ്പിച്ച് ഓഡി. ഇന്ത്യയിലെ എല്ലാ മോഡൽ ഓഡി കാറുകൾക്കും മെയ് 15 മുതൽ 2% വില വർദ്ധിക്കും. വിനിമയ നിരക്കുകളിലെ ഏറ്റക്കുറച്ചിലുകളും വർദ്ധിച്ചുവരുന്ന ചെലവുകളുമാണ് വില വർധനവിന് കാരണമെന്ന് ജർമ്മൻ ആഡംബര വാഹന നിർമ്മാതാക്കൾ പറയുന്നു. ഇന്ത്യൻ വിപണിയിൽ വിൽക്കുന്ന എല്ലാ ഓഡി വാഹനങ്ങളുടെയും എക്സ്ഷോറൂം നിരക്കുകൾക്ക് പുതുക്കിയ വില ബാധകമാകുമെന്നും കമ്പനി അറിയിച്ചു. തെരഞ്ഞെടുത്ത A,
ക്യൂ, ഇ-ട്രോൺ സീരീസുകളിലെ മോഡലുകൾക്കാണ് വില വർധനവ്. ഉപഭോക്തൃ മൂല്യത്തിന് മുൻഗണന നൽകുന്നതോടൊപ്പം സാമ്പത്തിക വെല്ലുവിളിക്കിടയിലും ലാഭക്ഷമത നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടെ ഓഡി ഇന്ത്യ ഈ വർഷം നടത്തുന്ന രണ്ടാമത്തെ വില പരിഷ്കരണമാണിത്. കഴിഞ്ഞ ജനുവരിയിൽ തെരഞ്ഞെടുത്ത മോഡലുകളിൽ 1.95 ലക്ഷം രൂപ വരെ വില വർധനവ് കമ്പനി നടപ്പാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.